ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ റെഡി ഫോർ ലവിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിനെ കാണിക്കുകയാണ്. അവരുടെ അപ്പാർട്ട്മെൻറ്റിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ടാങ്ക് വന്നിട്ട് പറഞ്ഞ പോലെ തന്നെ അവൾക്ക് കുറേ ഫുഡും അതുപോലെ തന്നെ വൈനും എല്ലാം വാങ്ങിച്ചു കൊടുത്തേക്കുവാണ് സിയയ്ക്കും. അപ്പോൾ അവളെല്ലാം കുടിച്ച് കഴിയുമ്പോൾ ഇവളുടെ മറ്റൊരു ഭാവമൊക്കെ മാറും കേട്ടോ. അവളാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. അവൾ പറയാണ്, ഓഹോ നീയും അവളും കൂടി എന്നെ ചതിച്ചല്ലേടാ, നിങ്ങൾക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഞാനൊരു പാവമായോണ്ടല്ലേ നിങ്ങൾ എന്നെ ചതിച്ചേ, നിങ്ങൾക്കല്ലേ ഞാൻ നല്ല പണി തരുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ ഇവള് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുക. മാത്രമല്ല ഇവനെ കാണുന്ന സമയത്ത് ഇവള് വിചാരിക്കും അത് നമ്മളുടെ എക്സ് ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേല് കയറിയിട്ട് പറയണേ, ഓ ഭാഗ്യം അന്നെങ്ങാനും നീയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോയെ, എൻ്റെ കാര്യം എന്തു ആവുമായിരുന്നു, നിന്നെ പോലെ ഒരു ചതിയൻ്റെ കൂടെയൊക്കെ അന്ന് നൈറ്റ് സ്റ്റേ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ എൻ്റെ ലൈഫേ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ആക്കിയിട്ട് അവളങ്ങ് മയങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ടാങ്ക് ആണെങ്കിൽ അവളിങ്ങനെ കുറേ നേരം നോക്കുമ്പോൾ ഇവളുടെ ചുണ്ടൊക്കെ നല്ല ലിപ്സൊക്കെ നല്ല സോഫ്റ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ട് നോക്കുക കേട്ടോ. ആ സമയത്ത് കറക്റ്റ് ഇവൻ്റെ വിരൽ വന്നിട്ട് മറ്റേ പോർക്കിൻ്റെ സോസേജ് ആണെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പിടിച്ച് കടിക്കുക. എന്നിട്ട് ഇവൻ വലിക്കാൻ നോക്കിയിട്ട് അവൾ കൊടുക്കുന്നില്ല. ലാസ്റ്റ് ഇവൻ എങ്ങനെയൊക്കെ കൈ എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണേ, എന്താ ബോസ് നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ, എനിക്ക് വേവാത്ത മറ്റേ പോർക്കിൻ്റെ സോസേജ് ആണോ കൊണ്ടുവന്ന് തന്നെ, അത് വെന്തിട്ടില്ലെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇവൻ്റെ കൈയാണ് അവൾ കടിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ റൂമിൽ പോകണമെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണിറ്റർ വെച്ചില്ലേ, അതിൽ ആ മോണിറ്ററിൽ രണ്ടുപേരെ മുഖം കാണിച്ചാൽ മാത്രമാണ് ബെഡ്റൂം ഓപ്പൺ ആവത്തുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം ചെയ്ത് വെച്ചേക്കുവാണ് ഇവൻ്റെ ഗ്രാൻഡ് മാം. അപ്പോൾ ഇവളുടെ മുഖം എങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഇവനാണെങ്കിൽ അവളെ കൊണ്ടേ കിടത്തിയിട്ട് കുളിക്കാനൊക്കെ പോകട്ടോ. അപ്പോൾ കുളിക്കാൻ ചെന്നവൻ കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ ഇവന് വന്നിട്ട് ഇവളുടെ ഓർമ്മകളാണ് വരുന്നത്. ഇവൾ കയ്യെ കടിച്ചത്, കുടിച്ചിട്ട് ആ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ കിടന്ന് ഇവൻ ഇങ്ങനെ ആലോചിക്കുക. അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവള് അങ്ങോട്ട് കിടക്കുന്ന പറഞ്ഞാൽ കൈ ഒരു സ്ഥലത്ത് കാലൊരു സ്ഥലത്ത് എന്നുള്ള രീതിക്കാണ് കിടക്കുന്നത്. മാത്രമല്ല ഇവൻ കുളിക്കാൻ പോകുമ്പോൾ പാൻ്റ് എടുത്ത് വെച്ചായിരുന്നു അവനിടെ, അതിൻ്റെ മണ്ടേ കയറി കിടക്കുവാണ് ഇവള്. അപ്പോൾ ഇവൻ വിചാരിക്കണം ഓക്കെ പാൻ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് മെല്ലെ പാൻ്റ് എടുക്കുന്ന സമയത്ത് ഇവളങ്ങ് ഛർദ്ദിക്കാൻ വരുന്ന കണക്ക് അങ്ങനെ കാണിക്കും കേട്ടോ, ഒരു ആക്ഷൻ കാണിക്കുക. അപ്പോൾ ചോദിക്കും, ദൈവമേ ഇവളിനി എൻ്റെ മേലെങ്ങാനും ഛർദ്ദിച്ച് വെച്ചാലോ. അതുകൊണ്ട് അവൻ നൈസിനങ്ങ് മാറാൻ നിൽക്കുന്ന സമയത്ത് ഇവള് കയറി ഇരുന്നിട്ട് ഇവൻ്റെ ഡ്രസ്സങ്ങ് വലിക്കുന്ന സമയത്ത് ഇവനിട്ട് നിക്കറ് കാണാം. അതെന്തോ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഇല്ലയോ, അതിൻ്റെ നിക്കറെങ്ങാണ്ട് ഇട്ടേക്കുന്നത്. അത് കണ്ടിട്ട് ഇവൾക്കാണെങ്കിൽ ചിരി അങ്ങ് സഹിക്കാൻ പോയി. ഇവള് ചിരിക്കുന്ന സമയത്ത് ഇവൻ അവിടെ നിന്ന് മാറിപ്പോവാ കേട്ടോ. അപ്പോൾ ഇവള് വന്ന് നേരെ ഇവനെ പിടിച്ച് കിടത്തി ഇവനെ കിസ് ചെയ്യണം. അപ്പോൾ ഇവൻ തിരിച്ചും കിസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവള് വന്നിട്ട് ഇവൻ്റെ മറ്റേ ഒരു ഡ്രസ്സ് പോലെ സംഭവത്തിൽ കുളിക്കാനൊക്കെ പോയിട്ട് അപ്പോൾ അതിങ്ങനെ വലിച്ചു വരുന്ന സമയത്ത് ഇവൻ ചിന്തിക്കാൻ, ദൈവമേ ഞാൻ ഇവളുടെ മേലെ അഡ്വാൻറ്റേജ് എടുക്കുമല്ലോ, ഇത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഇവളവിടെ നിന്ന് തട്ടിയിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇവങ്ങ് തിരിഞ്ഞിട്ട് ഇവിടെ മൈൻഡ് ചെയ്യാതെ ഇച്ചിരി കളിപ്പായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവള് വന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി, ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, എന്ത് പറ്റി എൻ്റെ അടുത്ത് മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയും, നീ ആദ്യം നമ്മുടെ ആ കോൺട്രാക്ട് ഞാൻ ഒന്ന് പുതുക്കിയിട്ടുണ്ട്, അത് നോക്കി അതിന് ആ കണ്ടീഷനും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ പറയണം. അപ്പോൾ ഇവള് നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഇവള് എനിക്ക് കുടിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ അവൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ചോദിക്കണേ, ഞാൻ അതിന് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ, ഒട്ടും വഴക്കുണ്ടാക്കിയില്ല അല്ലേ മോള്, ഇത് നോക്കുന്നു പറഞ്ഞിട്ട് ഇവളിങ്ങാണ്ട് ഡ്രസ്സ് തുറക്കുന്ന സമയത്ത് ഇവള് നെഗങ്ങാണ്ട് കൊണ്ട് അവിടെ ഇച്ചിരി കീറിയിട്ടുണ്ട്, അത് കാണിച്ചെടുക്കുക. അപ്പോൾ അവൾ പറയുന്നത്, ദൈവമേ ഞാൻ ഇത്രയും ചെയ്തു വെച്ചായിരുന്നു, സോറി ഇനി ആവർത്തിക്കത്തില്ല, ഈ കോൺട്രാക്ട് പീരീഡിലൊന്നും ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുക, പ്രോമിസ് കൊടുക്കുക കേട്ടോ അവന്. എന്നിട്ട് അന്ന് അവൾ തിങ്കളാഴ്ച കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ വന്ന് എല്ലാവർക്കും ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞല്ലോ പിള്ളേർ, അതുകൊണ്ട് എല്ലാവർക്കും വന്ന് ഇവളുടെ അടുത്ത് ഭയങ്കര ബഹുമാനം കണക്കെ എല്ലാവരോടും മേഡം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഇവള് ചെന്നിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒറ്റ ജോലിയില്ല. അപ്പോൾ അവൾ വന്നിട്ട് അവിടെയുള്ളൊരു ഇച്ചിരി ഹെഡ് സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ അടുത്ത് ചെന്ന് ജോലി ചോദിക്കുന്ന സമയത്ത് അയാൾക്കാണെങ്കിൽ ജോലി പറയുകയാണെങ്കിൽ ജോലിയൊന്നുമില്ലെന്ന്. അപ്പോൾ അവൾ പറയാം, അത് പറഞ്ഞാൽ ശരിയാവത്തില്ല, എനിക്ക് എന്തെങ്കിലും ജോലി തായോ എന്ന് പറയുന്ന സമയത്ത് ഇയാൾ വന്നൊരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കോപ്പി മാത്രം എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. അപ്പോൾ ഇവൾ അല്ലെങ്കിൽ ദൈവം ഇതൊരു സിമ്പിൾ ജോലിയില്ല, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തേക്കാൻ പറഞ്ഞ് ചെന്നിരിക്കുക. ആ സമയത്ത് ഇവരൊരു സൂപ്പർവൈസർ പെണ്ണുണ്ട്, അവർ വന്നിട്ട് പറയുവാണ്, എനിക്ക് വന്നൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്, അതിലിവിടെ ആര് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് എല്ലാവർക്കും അവരവരുടെ വർക്കുണ്ടല്ലോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ജോലിയൊന്നുമില്ല. അപ്പോൾ ഇവളങ്ങ് കൈപ്പൊക്കി കാണിക്കും. അപ്പോൾ സൂപ്പർവൈസർ പെണ്ണുക്ക് ഇവൾക്ക് വേണ്ടി ജോലി കൊടുക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ ഇവളിങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലോ. പിന്നെ ബോസിൻ്റെ വൈഫ് ആകാൻ പോകുന്ന ആളായതുകൊണ്ട് അതിൻ്റെ റെസ്പെക്റ്റ് എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ. അവസാനം അവൾ ആ ജോലി അവൾ ചോദിച്ചു വാങ്ങണം. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ബാത്റൂമേ കാണിക്കുവാണ്. അവിടെ വന്നിട്ട് വാഷ്റൂമേ വന്നിട്ട് രണ്ട് പെണ്ണുങ്ങൾ, ഇവളുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് പെണ്ണുങ്ങൾ വന്നപ്പോൾ മേഡം എന്നൊക്കെ വിളിച്ച പെൺപിള്ളേർ, അവർ രണ്ടും വന്നിട്ട് ഇവളില്ലാത്തതുകൊണ്ട് ഇവളെ പറ്റി ഗോസിപ്പ് സംസാരിക്കുക. വേറെ ഒന്നുമല്ല, ഇവള് വന്നിട്ട് കയ്യും കാലൊക്കെ കാണിച്ചിട്ടായിരിക്കും ബോസിനെ വളച്ചെടുത്തത്. മാത്രമല്ല ഇവൾക്ക് എന്തോ യോഗ്യതയുണ്ട്, ഇവളൊരു നോർമൽ പെണ്ണല്ലേ, അവളുടെ അടുത്തൊക്കെ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട അവസ്ഥയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക. ഇവളെത്ര തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റും അത്രയും തരം താഴ്ത്തി സംസാരിക്കണം. മാത്രമല്ല അവർ പറയണം അവളിപ്പോൾ ഒരു നോർമൽ പെണ്ണ, ഇച്ചിരി കഴിയുമ്പോൾ ആ ബോസിനെ മടുക്കുമ്പോൾ അവളെ കളഞ്ഞോളെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരുമാതിരി കുത്തി സംസാരിച്ചിട്ട് പറയുവാണേ, ആ അസിസ്റ്റൻ്റ് ഇല്ലേ, പേഴ്സണൽ അസിസ്റ്റൻ്റ്, ആ പെണ്ണാണെങ്കിലും വീട്ടിലായിരുന്നു, അവൾക്ക് ഇച്ചിരി വിദ്യാഭ്യാസ സ്കില്ലൊക്കെ ഉണ്ട്, ഇവൾക്ക് എന്തുകൊണ്ടായിട്ട് ഈ ബോസ് ഇവളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം. അപ്പോൾ ഇവള് വന്നിട്ട് ബാത്റൂമിനകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവള് പുറത്ത് വന്നിട്ട് ആലോചിക്കണം, അങ്ങനെയാണോ കാര്യങ്ങൾ, എന്നാൽ എൻ്റെ സ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് നമ്മുടെ സീൻ തീരുമാനിക്കുവാണ്.
ഇനി നമ്മുടെ സി ആണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം, കുറേ ഹെവി വർക്കാത്. അപ്പോൾ അവൾ വന്ന് അതിന് വേണ്ടി നല്ല പരാക്രമം എടുക്കും. മാത്രമല്ല ഇവൻ്റെ കൂടെ സംസാരിക്കാനൊന്നും, ടാങ്കിൻ്റെ കൂടെ സംസാരിക്കാനൊന്നും നമുക്ക് നേരമില്ല. ഇവനെ മൈൻഡ് ചെയ്യാൻ സമയമില്ല, ഫുഡ് കഴിക്കാൻ സമയമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇവൻ ഫുഡെല്ലാം വച്ച് കൊടുക്കുമ്പോൾ ഇത് മൈൻഡ് ചെയ്യാതെ പഠിക്കാതിരിക്കുക. രാത്രി കിടക്കാൻ പോയാലും അവിടെ അവൾ പഠിക്കാതിരിക്കും. 24 മണിക്കൂർ അവൾക്ക് തന്നെ ജോലി. മാത്രമല്ല അപ്പോൾ വന്നിട്ട് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തലേന്ന് വന്നിട്ട് നമ്മുടെ പാവം ടാങ്ക് ആണെങ്കിൽ ഇവൾ വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൾ വന്നെങ്കിലല്ലേ ഇവന് റൂമേ കയറാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇവളെ ആണെങ്കിൽ മിസ് ചെയ്യുന്നുണ്ട് അവനെ നല്ല വൃത്തിയായിട്ട്. അപ്പോൾ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇവൾ വരുന്നില്ല. നോക്കുമ്പോൾ എന്താ, ഇവളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇച്ചിരി ഹെവി വർക്ക് ഉണ്ടാവണം, ഞാൻ ഇന്ന് ഓഫീസിൽ സ്റ്റേ ചെയ്യുവാണ്. എന്നിട്ട് അവനാണെങ്കിൽ ഉറങ്ങിപ്പോവാ കേട്ടോ. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇവ അവിടെ നിന്ന് പെടഞ്ഞു പോകുക. കാരണം ഇവൾ ഇവരെ വന്നില്ല, ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നില്ലല്ലോ. അപ്പോൾ ഇവനോടൊന്ന് പെടഞ്ഞു പോവാം. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഇവളുടെ എല്ലാ വർക്കും പ്രൊജക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തും ഇവൾ വന്നിട്ട് വാഷ്റൂമിൽ പോയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവൾ വാഷ്റൂമിൽ പോകുന്നത് ഈ ടാങ്കിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പെണ്ണ് കാണും. അവൾ വന്നിട്ട് ഈ കമ്പ്യൂട്ടറിനെ എന്നെ ഇങ്ങനെ കുറുകുറാന്ന് നോക്കി നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൾ ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് ആ സൂപ്പർവൈസർ പെണ്ണ് വന്നിട്ട് ചോദിക്കണം, എന്താ ഇന്നാണ് പ്രൊജക്റ്റ് സബ്മിറ്റിൻ്റെ, എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സി പറയണം എല്ലാം ഓക്കെ ആണല്ലോ, ഇപ്പോൾ തന്നെ ഞാൻ മെയിൽ അയച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ, ആ പ്രൊജക്റ്റിൻ്റെ ഫയൽ പോലും അതിനകത്ത് കാണാനില്ല. അപ്പോൾ ഇവൾ ആകെ വന്നിട്ട് ടെൻഷൻ ആവുക കേട്ടോ. ഇത് പറയുന്ന സമയത്ത് ആ ഒരു സൂപ്പർവൈസർ പെണ്ണ് പറയണം, നിനക്ക് പറ്റത്തില്ലെങ്കിൽ അതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, ഞാനെങ്കിലും ചെയ്യത്തില്ലായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ആ പെണ്ണ് ശരിക്കും പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സി അവിടെ നിന്ന് എണീക്കുമ്പോൾ അവൾ അങ്ങ് തല കറങ്ങി വീണു. കറക്റ്റ് വീഴാൻ പോകുമ്പോഴേക്കും നമ്മുടെ ടാങ്ക് ഓടി വന്നുള്ള പിടിക്കുക കേട്ടോ. മാത്രമല്ല ഡോക്ടറെ വിളിക്കാൻ പറയണം. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ഇവളെ ചെക്ക് ചെയ്തിട്ടെല്ലാം പറയുവാണ്, ഇവൾ വന്നിട്ട് ശരിക്കും ഫുഡും അതുപോലെ ഉറക്കമൊന്നും ഇവൾക്ക് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് അവൾക്ക് ബ്ലഡ് ഷുഗർ എല്ലാം കുറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ വന്നത്. ഇനിയെങ്കിലും ഹെൽത്ത് ഒന്നും അതേപോലെ ശ്രദ്ധിക്കാൻ പറയുന്നത് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. മാത്രമല്ല ഇവൾ അത് കഴിഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത് നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് ആകെ ചോദിക്കുന്ന കാര്യം പ്രോജക്റ്റിൻ്റെ കാര്യം. അപ്പോൾ അവൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയിട്ടുള്ള ഫയൽ വന്ന് റിക്കവർ ചെയ്ത് അവൻ്റെ കമ്പ്യൂട്ടറിലാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടായിട്ട് ഇവൾക്ക് കാണിക്കുന്ന സമയത്ത് നമ്മുടെ സി ആണെങ്കിൽ നല്ല ഹാപ്പി ആവും കേട്ടോ. മാത്രമല്ല അവൾ ചോദിക്കുക, എന്നാലും എൻ്റെ കമ്പ്യൂട്ടറിൽ എന്താ അത് കാണാഞ്ഞേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണ, അതെ ഒരാൾ ഡിലീറ്റ് ചെയ്ത്, അത് നീ ഇപ്പോൾ ടെൻഷൻ ആവാൻ നിൽക്കണം, നമുക്ക് പ്രൊജക്റ്റിൻ്റെ കാര്യം നോക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവ ഒരു കാര്യം പറയുകയാണ്, ഇനി മുതൽ നീയാണ് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, നിനക്ക് ഡബിൾ സാലറി ഞാൻ തരാം, മാത്രമല്ല എത്രയോ 13 മാസം സാലറി ഈ റെൻറ്റിൽ എക്സ്ട്രാ തരാമെന്ന് പറയുന്ന സമയത്ത് ഇവൾ ചോദിക്കണേ, അപ്പോൾ ആ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്തെങ്കിലും ചോദിക്കണം. അപ്പോൾ അവൻ പറയണം, ശരിക്കും പറഞ്ഞാൽ നിൻ്റെ ആ ഫയൽ ഡിലീറ്റ് ചെയ്ത് തന്നെ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അവരെ ഫയർ ചെയ്തും എന്ന് പറയുന്ന സമയത്ത് ഇവളങ്ങ് ഞെട്ടുക കേട്ടോ. അപ്പോൾ ഇവൻ ഒരു കാര്യം കൊണ്ട് പറയണം, നീ ഓഫീസായത് മനസ്സിലായോ, കളിതമാശയല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ നിൽക്കരുത്, നിൻ്റെ കാര്യം നീ സേഫ് ആക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് ഇവൾ ഉപദേശിക്കുവാണ്. അങ്ങനെ അന്ന് ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ട് സിയും കൂടി ആ ഒരു പ്രൊജക്റ്റ് മാത്രമല്ല ഇവൻ പേഴ്സണൽ അസിസ്റ്റൻറ്റും കൂടിയല്ലേ, അതുകൊണ്ട് ഇവരെല്ലാവരും കൂടിയാണ് ആ ഒരു പ്രൊജക്റ്റ് വന്ന് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സി എന്തോ ഒരു ഡോക്യുമെൻ്റ് എന്തോ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് പോവാം. ആ സമയത്ത് അവിടെ ഒരു ഇൻറ്റേൺ പെണ്ണുണ്ടല്ലോ, അവൾ വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ടാങ്കിനെ വശീകരിക്കുന്ന പോലെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ എന്തോ പറയണമെന്നില്ല, അവൻ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ സി എ വാതിലിനോട് വരുന്നത്. അപ്പോൾ ഇവൻ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ. അപ്പോൾ നമ്മുടെ സി എ നേരെ എന്നിട്ട് പറയാം, ഡാർലിങ് നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞില്ലായിരുന്നോ, എന്നിട്ട് എന്താ വരാത്തവ, നമുക്ക് പോകാമെന്ന് പറയുന്ന സമയത്ത് ഇവനും പറയാം, നിക്ക് മോളെ ഞാൻ ദാ വരുന്നടാ, എൻ്റെ ജോലിയെല്ലാം തോന്നിക്കും, ഞാൻ ദാ വരുന്ന സമയത്ത് ആ മറ്റേ ഇന്ത്യൻ പെണ്ണ് വല്ലാതായിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് പോവാട്ടോ. മാത്രമല്ല എന്നിട്ട് ഇവളും നമ്മുടെ ടാങ്കും കൂടി പുറത്തുള്ള സമയത്ത് ടാങ്ക് പറയാണ്, അല്ല നീ ഇപ്പോൾ സംസാരിച്ചില്ലേ, അതുപോലെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിനക്ക് ഡബിൾ സാലറി തരാമെന്ന് പറയുന്ന സമയത്ത് ഇവൾ പറയണേ, ഓ ഞാൻ ആ മാതിരി പെണ്ണൊന്നുമില്ല മനസ്സിലായോ, എനിക്ക് എൻ്റേതായ റെപ്യൂട്ടേഷനൊക്കെ ഉണ്ട്, പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസം ചെയ്യാമെന്ന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ നേരെ പോകുന്നതും ഒരു സീനിയർ ചെറുക്കൻ്റെ അടുത്ത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ചോദിക്കാനാണ്. പക്ഷേ ഇവൾ ഈ ചോദിക്കുന്നത് വന്ന് ടാങ്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടാങ്കിന് സഹിക്കുന്നില്ല. അപ്പോൾ ടാങ്ക് നേരെ വന്നിട്ട് ആ സീനിയർ ചെറുക്കൻ്റെ അടുത്ത് ചോദിക്കണേ, എടാ നിനക്ക് ഞാൻ തന്ന വർക്കെല്ലാം നീ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, നിനക്ക് എന്താ വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചെറുക്കന് മനസ്സിലാവും ജലസായിട്ട്. അപ്പോൾ ചെറുക്കൻ പറഞ്ഞു, സോറി സാർ എനിക്ക് ഇച്ചിരി വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാം. അപ്പോൾ നമ്മുടെ സി എക്ക് ഇച്ചിരി കലിപ്പാവുന്നുണ്ട്. കാരണം അവൾ ഡൗട്ട് ചോദിച്ചപ്പോൾ സി ചോദിക്കണേ, എന്താ നിങ്ങൾക്ക് ജലസായോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ടൈം പറയണേ, എനിക്ക് എന്ത് ജലസ്, നീ കോൺട്രാക്റ്റിൻ്റെ കാര്യമൊന്നും മറക്കരുതെന്ന് പറയാം. എന്നിട്ട് പറയണേ, ശരി എന്നാൽ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ നീ ആൻസർ പറയും. ആ വരുന്ന ആമ്പിള്ളേരിൽ ആരൊക്കെ ക്യൂട്ട് ആരൊക്കെ കൊള്ളാവുന്നതെന്ന് നോക്കിയിട്ട് പറയാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ സി എ ഓരോരുത്തരുടെയും സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്തെടുത്ത് പറയും കേട്ടോ. അപ്പോൾ ടാങ്ങിന് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ടാങ് പറയണേ, ഓഹോ അപ്പോൾ പാർട്ടി ബി ആയിട്ടുള്ള സി എ വന്നിട്ട് അന്യപുരുഷന്മാരെ നോക്കി, അപ്പോൾ അവളുടെ സാലറിയിൽ ഇച്ചിരി നമുക്ക് കട്ട് ചെയ്യാലോ എന്ന് പറഞ്ഞ സമയത്ത് സി എ പറയണം, അയ്യോ ദൈവമേ ഞാൻ ഈ കോൺട്രാക്ട് ചെയ്തിരുന്നവർ വേറൊരു ആണുങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല, നിങ്ങളെ മാത്രമേ നോക്കുന്നു പറയുന്ന സമയത്ത് ടാങ് ഹാപ്പിയാണ്. എന്നിട്ട് അവർ പോകുന്നത് വന്ന് നമ്മുടെ ബിന്നില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബിന്നെന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറഞ്ഞില്ലേ, ഓൾറെഡി നമ്മുടെ സി എ കാണുമ്പോൾ രണ്ടുപേരും ഒരേ കണക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാലും അയാളെ കാണാനായിട്ട് പോകുക. അയാൾ വന്നിട്ട് നമ്മുടെ ഈ വാൻമാവോ എന്നാണ് നമ്മുടെ ഹീറോൻ്റെ കമ്പനി ടാങ്ങിൻ്റെ കമ്പനിയുടെ പേര്. അവിടെ വന്നിട്ട് ഏതോ ഒരു കാര്യത്തിൽ പാർട്ട്ണർ ആവാൻ വന്നിട്ടുള്ള ഒരു കൊമേഴ്സ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അയാളെ വന്നിട്ട് നമ്മുടെ ടാങ്ക് പറയണം, ഓക്കെ അങ്ങനെ പാർട്ട്ണറായിട്ട് സ്വീകരിക്കണം. കാരണം അവരുടെ ഐഡിയ വന്നും ടാങ്ങിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ സി എ വന്നിട്ട് ഇപ്പോൾ വന്നില്ലേ നമ്മുടെ ബിന്നിനെ, അയാളെ കൊണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ടാങ്കിന് ഒരു കോൾ വരികയാണ്. വേറെ ഒന്നുമില്ല, ഭയങ്കര പ്രശസ്തിയായിട്ടുള്ളൊരു മോഡലുണ്ട്. ആ മോഡൽ വന്നിട്ട് നമ്മുടെ ടാങ്കിൻ്റെ കമ്പനിയിൽ മറ്റേ പഴയ മോഡൽ ഇവൻ ഫയർ ചെയ്ത് വിട്ടുകൊണ്ട് പുതിയ മോഡലുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവൻ്റെ കമ്പനി ചേരാൻ വേണ്ടിയിട്ട് ആ മോഡൽ വന്നിട്ട് ആളുടെ ഫീസ് വരെ കുറച്ചെന്ന് പറഞ്ഞിട്ടൊരു കോൾ വരികയാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.